മനുഷ്യ ശരീരത്തിലെ സുപ്രധാന ഘടനയാണ് അസ്ഥികൾ. അസ്ഥികളുടെ രൂപീകരണത്തിനും പരിപാലനത്തിനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോഷകങ്ങൾ കാൽസ്യം, വൈറ്റമിൻ ഡി എന്നിവയാണ്. അസ്ഥികളുടെ ആരോഗ്യത്തിൽ അറിയപ്പെടുന്ന പങ്കുവഹിക്കുന്ന കാൽസ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കൾക്ക് പുറമെ ബോറോൺ, ഇരുമ്പ്, സിങ്ക്, കോപ്പർ, സെലിനിയം തുടങ്ങിയ മൂലകങ്ങളും ഉണ്ട്. സമീകൃത ആഹാരവും മതിയായ സൂര്യപ്രകാശവും ആരോഗ്യമുള്ള അസ്ഥികൾ നിർമ്മിക്കുന്നതിനും പരിപാലിക്കുന്നതിനും ആവശ്യമായ പോഷകങ്ങൾ നൽകും. വൈറ്റമിൻ ഡിക്ക് പ്രതിദിനം 600 IU ആണ്. റാഗി, പാലുൽപ്പന്നങ്ങൾ, എള്ള്, പോപ്പി വിത്തുകൾ, മുഴുവൻ ചന്ന, കുതിരപ്പയർ, സോയ, ബദാം, ഇലക്കറികൾ, മുരിങ്ങയില, മേത്തിയില, റാഡിഷ് ഇലകൾ, കടുകിലകൾ, കറിവേപ്പില, പുതിനയില എന്നിവ കാൽസ്യത്തിൻ്റെ ഭക്ഷണ സ്രോതസ്സുകളിൽ ഉൾപ്പെടുന്നു. സൂര്യപ്രകാശം വൈറ്റമിൻ ഡിയുടെ ഭൂരിഭാഗവും സംഭാവന ചെയ്യുന്നു. മുട്ടയുടെ മഞ്ഞക്കുരു, എണ്ണമയമുള്ള മത്സ്യം എന്നിവ മാത്രമാണ് വൈറ്റമിൻ ഡി നല്ല അളവിൽ അടങ്ങിയിട്ടുള്ള പ്രകൃതിദത്ത ഭക്ഷണ സ്രോതസ്സുകൾ. വൈറ്റമിൻ ഡി അടങ്ങിയ ഫോർട്ടിഫൈഡ് ഭക്ഷണങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്. മോശം അസ്ഥികൾ കുട്ടികളിൽ റിക്കറ്റ്സിനും മുതിർന്നവരിൽ ഓസ്റ്റിയോപൊറോസിസിനും കാരണമാകും. ഇത് ഒടിവുകളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. അസ്ഥികളിൽ നിന്ന് കാൽസ്യം പുറന്തള്ളുന്ന അപകട ഘടകങ്ങൾ ഒഴിവാക്കുന്നത് അസ്ഥികളുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു. ഓസ്റ്റിയോപൊറോസിസിന്റെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന ചില ഘടകങ്ങൾ വാർദ്ധക്യം, ലിംഗഭേദം, അതായത് സ്ത്രീകളിൽ കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്, ശരീരഭാരം കുറയുന്നതിലേക്ക് നയിക്കുന്ന കഠിനമായ കലോറി നിയന്ത്രണം, അമിതമായ മദ്യപാനം, ശാരീരിക പ്രവർത്തനങ്ങളുടെ അഭാവം, പുകവലി, സമ്മർദ്ദം, പോഷകങ്ങളുടെ അപര്യാപ്തത തുടങ്ങിയവയാണ്. ഇന്നത്തെ ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്നമർത്താൻ മറക്കരുതേ. മാത്രവുമല്ല, ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി നന്ദി.